പാലുകാച്ചിപ്പാറ കണ്ണൂരിന്റെ മീശപ്പുലിമല. അതിരാവിലെ 4 മണിക്കാണ് 11 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം യാത്ര ആരംഭിച്ചത്. ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ 8 മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ 60 വയസ്സ് പ്രായമുള്ള അമ്മയും കൂടെയുണ്ട്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ട്രക്കിംഗ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ് പാലുകാച്ചിപ്പാറ. ഈ യാത്രയുടെ വീഡിയോ ഞങ്ങൾ 2 ഭാഗങ്ങളായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യ ഭാഗത്ത് 2 വ്യൂ പോയിന്റുകളും അവിടെ നിന്നുമുള്ള മനോഹര ദൃശ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നുവെങ്കിൽ രണ്ടാം ഭാഗത്ത് ട്രക്കിംഗ് റൂട്ടും പാലുകാച്ചിപ്പാറയുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. പാലുകാച്ചിപ്പാറയുമായി ബന്ധപ്പെട്ട മുഴുവൻ അറിവുകൾക്കും വേണ്ടി ഈ യാത്രയുടെ 2 ഭാഗങ്ങളും മുഴുവനായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആദ്യ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുലർച്ചെ 4 മണിക്ക് യാത്ര ആരംഭിച്ച നമ്മൾ ഏകദേശം 4:30 ട്രക്കിംഗ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തുകയും കോരിരുട്ടിനെ വകവെക്കാതെ ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയും ചെയ്തു. പാലുകാച്ചിപ്പാറയുടെ പ്രധാന വ്യൂ പോയിന്റിൽ നിന്നുമുള്ള അതിമനോഹര സൂര്യോദയ കാഴ്ച ആസ്വദിക്കണമെന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ ട്രക്കിംഗ് ആസ്വദിച്ചുകൊണ്ട് ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തിച്ചേർന്നു. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 2500 അടിയിലധികം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പാലുകാച്ചിപ്പാറ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള പുരളിമലയുടെ ഭാഗമാണ്. കണ്ണൂർ ജില്ലയിലെ മാലൂർ പഞ്ചായത്തിലെ ശിവപുരത്താണ് പാലുകാച്ചിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. അപൂർവയിനം സസ്യങ്ങളുടെയും പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ് പാലുകാച്ചിപ്പാറയും സമീപ പ്രദേശങ്ങളും. മൂന്ന് കുന്നുകൾ അക്ഷരാർത്ഥത്തിൽ പരസ്പരം അടുത്തു നിൽക്കുന്ന പരമ്പരാഗത അടുപ്പ് പോലെയുള്ളതിനാൽ പാലുകാച്ചിപ്പാറ എന്ന് പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഏകദേശം 1.5 മണിക്കൂർ ട്രക്കിംഗ് കഴിഞ്ഞ് ആദ്യത്തെ വ്യൂ പോയിന്റിൽ എത്തുമ്പോൾ തന്നെ എല്ലാവരും ചെറിയ രീതിയിൽ ക്ഷീണിച്ചിരുന്നുവെങ്കിലും മലമുകളിലെ തണുത്ത കാറ്റും സുന്ദര ദൃശ്യങ്ങളും ക്ഷീണമെല്ലാം പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മനോഹര കാഴ്ചകൾ തേടി പതുക്കെ പതുക്കെ ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടർന്നു. നഗരജീവിതത്തിലെ ശബ്ദകോലാഹലങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ജീവിത തിരക്കുകളുടെ നിരസതയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അധികമാരും എത്തിപ്പെടാതെ ശാന്തമായ സ്ഥലത്തേക്ക് യാത്രകൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരിടമാണ് പാലുകാച്ചിപ്പാറ.
രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ചകൾ എത്ര കണ്ടാലും മതിവരാത്തതാണ്. ഹരിതാഭിയാർന്ന താഴ്വാരവും കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകളും ഹൃദ്യമായ കാഴ്ചയൊരുക്കുന്നു. കുട്ടികളുടെ ഒന്നിച്ചുള്ള ഞങ്ങളുടെ യാത്ര അവിസ്മരണീയ ഓർമ്മകളാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. അത്യാവശ്യം ലഘുഭക്ഷണവും ആവശ്യത്തിന് വെള്ളവും കരുതിയിരുന്നതിനാൽ പ്രധാന വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ച ആസ്വദിച്ചുകൊണ്ട് ക്ഷീണവും വിശപ്പും മാറ്റുകയും കുട്ടികളുടെ കളിച്ചിരികൾ ആസ്വദിച്ചിരുന്നപ്പോൾ സമയം കടന്നുപോയത് അറിഞ്ഞതേയില്ല. വീണ്ടും വീണ്ടും വരാൻ മാടി വിളിക്കുന്ന സുന്ദര ലോകമാണിവിടം. തലശ്ശേരി മട്ടന്നൂർ ഭാഗങ്ങളിൽ ഇത്രയും മനോഹരമായ സ്ഥലം വേറെ ഇല്ലെന്ന് പറയുമ്പോഴും കൃത്യമായ വഴിയോ സുരക്ഷാ സംവിധാനങ്ങളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്തത് വലിയൊരു പോരായ്മയാണ്. ഇവിടെ നിന്നും കണ്ണൂർ വിമാനത്താവളവും കാണാൻ കഴിയുമെന്നത് പ്രധാന ആകർഷണീയതയാണ്. അറബിക്കടലിന്റെ വിദൂര ദൃശ്യങ്ങളും ചില സമയങ്ങളിൽ കാണാൻ കഴിയും. പാറക്കെട്ടുകൾ നിറഞ്ഞ നടപ്പാതയിലൂടെയുള്ള സഞ്ചാരം കഴിഞ്ഞ് കുന്നിൻ മുകളിൽ എത്തിയാൽ സഞ്ചാരികളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് തണുത്ത കാറ്റാണ് എന്നത് വീണ്ടും വീണ്ടും ഇവിടത്തേക്കുള്ള യാത്രയിലെ വിരസത ഇല്ലാതാക്കുന്നു. സൂര്യോദയ സമയത്തെ ചുവപ്പ് നിറം കലർന്ന മലനിരകളും മഞ്ഞുമാണ് പാലുകാച്ചിപ്പാറയിലെ പ്രഭാതം വ്യത്യസ്തമാക്കുന്നത്. ഇലയില്ലാത്ത മരങ്ങൾക്കിടയിലൂടെ സൂര്യൻ ഉദിച്ചു വരുന്നത് മലനിരകളിലെ മഞ്ഞ് പതിയെ പതിയെ തെന്നിമാറുന്നത് മനോഹര കാഴ്ചകളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉപകാരപ്രദമാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഈ യാത്ര നടത്തിയത് 2024 നവംബർ മാസത്തിലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും കോടയും ആസ്വദിക്കാൻ കഴിഞ്ഞു.
കൂടുതൽ വിവരണങ്ങളുമായി രണ്ടാം ഭാഗത്തിൽ കാണാം.